പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീൻ. ഗ്ലോറിയസ് ഗോസ്പലിന്റെ നോമ്പുകാല ചിന്തകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മുടെ ഷിബു പീഡിയക്കൽ പാസ്റ്ററിന്റെ നേതൃത്വത്തില് ഇപ്പൊ 2-3 വർഷങ്ങളായിട്ട് വലിയൊരു സത്യത്തിന്റെ സുവിശേഷം, ഗ്ലോറിയസ് സുവിശേഷം പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അനേകര് സത്യത്തെ കൂടുതൽ അറിയുകയും ആ സത്യത്തിന്റെ ആഴങ്ങളിലേക്ക് കടക്കുകയും ചെയ്യുന്ന ഈ നിമിഷത്തിൽ ഈ വലിയ നോയമ്പില് നമ്മളുടെ ചിന്തകൾ പങ്കുവെക്കാനായിട്ട് കിട്ടിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് വന്നിരിക്കുന്ന ലൂക്കാ സുവിശേഷത്തിൽ നിന്ന് തുടങ്ങി മർക്കോസിന്റെ സുവിശേഷം വരെയുള്ള കുറെ ചിന്തകളാണ് നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്നത്. ഇതിലേക്കായിട്ട് നമ്മളുടെ ഗ്ലോറിയസ് ഗോസ്പലിലെ എല്ലാ അംഗങ്ങളെയും, പ്രത്യേകിച്ച് ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയൊക്കെ കാണുന്ന പ്രേക്ഷകരെയും ഇന്നത്തെ ഈ വിശദീകരണത്തിലേക്ക്, ബൈബിളിലെ ചെറിയ ചിന്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിന്റെ കരം എന്നിലൂടെ ഉണ്ടാകുന്നതിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. കാരണം വിശുദ്ധ പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, വിശുദ്ധ ലിഖിതങ്ങളൊന്നും സ്വന്തമായ വ്യാഖ്യാനത്തിനുള്ളതേ അല്ല, എന്നാൽ ഇവയെല്ലാം ദൈവത്തിന്റെ ആത്മാവിനാൽ ദൈവത്തിന്റെ മനുഷ്യർ സംസാരിച്ചവയാണ്. അതുകൊണ്ട് ദൈവഹിതാനുസരണം ഇതിനെ കൊണ്ടുപോകുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൽ എന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് സകല വിശുദ്ധരുടെയും പരിശുദ്ധ കന്യാമാതാവിന്റെയും മധ്യസ്ഥവും യാചിച്ചുകൊണ്ടും ഞാനത് ആരംഭിക്കുന്നു. ലൂക്കാ സുവിശേഷം 6-ാം അധ്യായം 37 മുതൽ 49 വരെ വചനങ്ങളിൽ നമ്മൾ കാണുമ്പോൾ, അന്യരെ വിധിക്കരുത്, ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയാം, ഉറച്ച അടിസ്ഥാനം, ഈ 3 ഹെഡിങ്ങുകളിലായിട്ടുള്ളവയാണ് ഇന്നത്തെ ചിന്തയിലേക്ക് നമുക്ക് വരുന്നത്. അതിനു മുമ്പ് ഞാൻ ഒരു വചനം ഓർമ്മിപ്പിക്കുകയാണ്. 6-ാം അധ്യായത്തിൽ തന്നെ 31-ാമത്തെ വചനം, മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ നിങ്ങൾ അവരോട് പെരുമാറുവിൻ. ഇത് നമ്മുടെ ചിന്തയില്, നമ്മുടെ ബോധത്തില് ഉറച്ചു നിൽക്കണം. കർത്താവിന്റെ വലിയ സ്നേഹം നമ്മളിൽ നിന്ന് എപ്പോ നഷ്ടപ്പെടുന്നുവോ അപ്പോഴാണ് നമ്മൾ മറ്റുള്ളവരെ വിധിക്കാൻ ആരംഭിക്കുന്നത്. നമുക്കറിയാം, ഉൽപ്പത്തിയില് ഏദൻ തോട്ടത്തില് ആ ദൈവസ്നേഹത്തിലായിരുന്ന ആദവും ഹവ്വയും അവർ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് വ്യതിചലിച്ച്, എന്ന് മാത്രമല്ല ആദവും ഹവ്വയും തമ്മിൽ പരസ്പരം അകന്ന് പോയപ്പോഴാണ് ഹവ്വയ്ക്ക് ചതി പറ്റിയത്. അതിൽ നിന്ന് നമുക്ക് തിരിച്ച് കാണാൻ പറ്റുന്നുണ്ട്, കർത്താവ് അവരുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവര് ഒളിച്ചിരിക്കുകയും, എന്നാൽ കർത്താവിൽ നിന്ന് ഒളിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും കർത്താവ് ചോദിക്കുന്ന ചോദ്യത്തിന് പരസ്പരം പഴി ചാരുന്നതുമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ശരിക്ക് നമ്മൾ അന്യരെ വിധിക്കുമ്പോൾ ഇത് തന്നെയല്ലേ ചെയ്യുന്നത്? അതായത് എന്റെ തെറ്റ് മറച്ചു വെക്കുന്നതിന് വേണ്ടി ഞാൻ എന്നേക്കാൾ അശക്തരായ ഒരുവന്റെ മേത്തേക്ക് കുറ്റം ആരോപിക്കുന്നു. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മളുടെ ഒറിജിനൽ എവിടെയാണെന്ന്, നമ്മൾ ഏത് ആത്മാവിലാണ് നിൽക്കുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് നമ്മൾ കൂടുതൽ ആഴപ്പെടേണ്ടിയിരിക്കുന്നു. കർത്താവിന്റെ, നമുക്കറിയാം, നിയമവും പ്രവാചകന്മാരും സ്നാപയോഹന്നാൻ വരെയായിരുന്നു. അതിനുശേഷം രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കപ്പെട്ടു. ഈ രാജ്യത്തിന്റെ സുവിശേഷം എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ സുവിശേഷമാണ്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, നിങ്ങൾ ക്രിസ്തുവിൽ എന്നിൽ വിശ്വസിക്കുവിൻ, പിതാവിലും വിശ്വസിക്കുവിൻ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റും.
എന്നിൽ വിശ്വസിക്കുവിൻ, പിതാവിലും വിശ്വസിക്കുവിൻ. അപ്പൊ ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ പിതാവിന്റെ ഒറിജിനൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാകും. ഏകസത്യദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ എന്ന് ഈശോ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈശോയിലൂടെ ലഭിക്കുന്ന ആ അറിവാണ് നമ്മളെ സത്യത്തിലേക്ക് നയിക്കുന്നത്. ആ സത്യത്തിന്റെ പൂർണ്ണതയിലായിരിക്കുമ്പോഴാണ് നമുക്ക് ഒരു നല്ല വൃക്ഷമായിട്ട്, ഫലം നൽകുന്ന വൃക്ഷമായിട്ട് തീരാനായിട്ട് സാധിക്കുള്ളൂ. നമുക്കറിയാം, ഒരു വൃക്ഷം അല്ലെങ്കിൽ ഒരു തൈ നടുമ്പോൾ ആ തൈ ഏത് സ്ഥലത്താണ് നട്ടിരിക്കുന്നത് എന്നതിനെ ആശ്രയിച്ച് അതിൻ്റെ അകത്ത് ഫലം പ്രതീക്ഷിക്കാൻ കഴിയുള്ളൂ. വളഭൂയിഷ്ടമായ സ്ഥലത്താണെങ്കിൽ അത് 100 മേനി ഫലം പുറപ്പെടുവിക്കും. എന്നാൽ ആ നടുന്ന സ്ഥലം ഫലഭൂയിഷ്ടമല്ല, അവിടുത്തെ അവസ്ഥ ഒരു ഒരു വൃക്ഷത്തിന്റെ വളർച്ചയ്ക്ക് യോഗ്യമല്ല, വിഷത്തിന്റെ അംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉള്ള സ്ഥലമാണെങ്കിൽ, പ്രത്യേകിച്ച് ഞാൻ താമസിക്കുന്ന സ്ഥലം ഇൻഡസ്ട്രിയൽ ഏരിയ, അവിടെ ഈ കമ്പനികളുടെ വിഷാംശവും അല്ലെങ്കിൽ കമ്പനിയിൽ നിന്ന് പുറത്തേക്ക് തള്ളുന്ന ഇതൊക്കെ ആയിട്ട് ഇവിടെ അനേകം ഹെക്ടർ പാടം നശിച്ചു പോയിട്ടുണ്ട്. അപ്പൊ അവിടുന്ന് വരുന്ന ഈ മാലിന്യജലം, വിഷാംശം നിറഞ്ഞ ജലം, ഇത് ഈ ചെടിയെ നശിപ്പിച്ചു കളയും. അങ്ങനെയുള്ള ഒരു ചെടിക്ക് ഒരിക്കലും നല്ല ഫലം പുറപ്പെടുവിക്കാൻ കഴിയത്തില്ല. അപ്പൊ നമ്മൾ നല്ല നിലത്ത് വീണ വിത്തുകളാകണമെങ്കിൽ നമ്മളുടെ വേര് ക്രിസ്തുവിൽ ഉറയ്ക്കണം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തില് കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. നിങ്ങൾ സ്വയമേവ ഫലം പുറപ്പെടുവിക്കാൻ കഴിയില്ല. അതായത് കർത്താവിൽ നിന്ന്, യേശുക്രിസ്തുവിൽ നിന്ന് ജീവരസം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ ഫലം പുറപ്പെടുവിച്ചാൽ നിങ്ങൾ 100 മേനി ഫലം പുറപ്പെടുവിക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വൃക്ഷത്തെ തിരിച്ചറിയാൻ പറ്റും. ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ തിരിച്ചറിയാൻ പറ്റും. കർത്താവിൽ ഊന്നി ആണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ, കർത്താവിൽ നിന്നാണ് നമ്മൾ ജീവരസം എടുക്കുന്നതെങ്കിൽ, കർത്താവിന്റെ വചനത്തിൽ നിന്നാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ, നമ്മൾ പുറപ്പെടുവിക്കുന്ന ഫലം ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തില് ഫലത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ സ്നേഹത്തിൽ നിന്ന് പുറപ്പെടുന്ന ഫലമാണ് ബാക്കിയെല്ലാം. ആ ഫലത്തിൽ നിന്ന് ആ ഫലം പുറപ്പെടുവിപ്പിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ കർത്താവിന്റെ മക്കളായി തീരുന്നത്, ശിഷ്യന്മാരായി തീരുന്നത്. അപ്പോൾ നമ്മൾ ഒരിക്കലും അന്യരെ വിധിക്കത്തില്ല. നമ്മളുടെ ഫലത്തിൽ നിന്ന് മറ്റുള്ളവർ, നമ്മൾ വലിയ സുവിശേഷം പ്രസംഗിക്കല്ല വേണ്ടത്, നമ്മളുടെ പ്രവൃത്തിയിൽ നിന്ന് മറ്റുള്ളവർ നമ്മളെ സുവിശേഷമായി കാണും. അതുകൊണ്ടാണ് ഉറച്ച അടിസ്ഥാനത്തെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഞങ്ങള് പൈലിംഗ് കമ്പനി ആണ് ഞാൻ ചെയ്യുന്നത്. അതായത് വലിയ പാലത്തിന്റെയും വലിയ അങ്ങനെയുള്ള വലിയ കെട്ടിടങ്ങളുടെയും പൈല് ചെയ്യുന്ന വർക്കാണ് ഞങ്ങൾ ചെയ്യുന്നത്. അത് പാറയില് സോക്കറ്റ് ചെയ്ത് അതിൽ നിന്നാണ് പൈല് പൊക്കി അതിലാണ് പിയർ ഉയർത്തുന്നത്. അപ്പൊ നമ്മളുടെ അടിസ്ഥാനം ഈ പാറയിലായിരിക്കണം. യേശുക്രിസ്തു ആകുന്ന പാറമേൽ അടിസ്ഥാനമിട്ട ഭവനം, അല്ലെങ്കിൽ ആരാണോ യേശുക്രിസ്തുവിൽ അടിസ്ഥാനം ഇടുന്നത്, ആ അടിസ്ഥാനം യേശുക്രിസ്തുവിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ എത്ര കാറ്റും കോളും വന്നാലും അത് നിലംപരിശാവത്തില്ല, അത് ഉറച്ചു തന്നെ നിൽക്കും. ആ സ്നേഹത്തിൽ നിന്നുണ്ടാകുന്ന അനുസരണത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. പുറപ്പാടിന്റെ പുസ്തകം 16 നോക്കുമ്പോൾ കാണാം, 16-ാം അധ്യായം 17 മുതൽ 27 വരെ നോക്കുമ്പോൾ കാണാം, ഇസ്രായേൽ ജനത്തിന് ആഹാരമായിട്ട് ദൈവം ഉന്നതത്തിൽ നിന്ന് മന്ന പൊഴിച്ചു. ആ മന്നയെ കുറിച്ച് അവിടെ വിവരിക്കുന്നുണ്ട്. മോശ ജനത്തോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുക്കുക, ഒരു ഓമർ വീതം എടുക്കുക. പക്ഷേ നമ്മളുടെ അത്യാഗ്രഹം, അവരുടെ അത്യാഗ്രഹം, അവരുടെ അഹങ്കാരം, അവരുടെ അനുസരണക്കേട്, ഇവ മൂലം അവരെടുത്ത ആ മന്നയ്ക്ക് എന്താ സംഭവിച്ചത്? അത് പിറ്റേ ദിവസം നോക്കുമ്പോൾ പുഴുത്തുപോയി.
അതായത് നമ്മൾ അധ്വാനിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ളതായിട്ട് അതുകൊണ്ടാണ് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയില് അന്നന്ന് വേണ്ടുന്ന ആഹാരം ആണ് കർത്താവ് നമുക്ക് നൽകാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആ ദൈവത്തിന്റെ പരിപാലനയിൽ ആശ്രയിച്ചിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് നമ്മൾക്ക് ഉള്ളത് കൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാൻ പറ്റും. അവിടെ വേറൊരു വലിയൊരു കാര്യം പറയുന്നുണ്ട്. കൂടുതൽ ശേഖരിച്ചവനും കുറച്ച് ശേഖരിച്ചവനും അളന്നു നോക്കിയപ്പോൾ തുല്യമായിരുന്നു. അതുകൊണ്ട് നമ്മളുടെ സ്വർഗസ്ഥനായ പിതാവിന് അറിയാം നമുക്ക് എന്താണ് വേണ്ടത് എന്ന്. നമ്മൾക്ക് വേണ്ടാത്തത് നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്കത് ഉപയോഗശൂന്യമായി മാറുന്നു. നമുക്കറിയാം എന്തോരം ആളുകളാണ് സമ്പത്തുണ്ടാക്കാൻ വേണ്ടി വളരെയധികം അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയും വളരെയധികം കഷ്ടപ്പെട്ട്. സങ്കീർത്തനം 127 പറയുന്നുണ്ട്, അതിരാവിലെ എഴുന്നേൽക്കുന്നതും വളരെ വൈകി കിടക്കാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്തുകൊണ്ട് ഉപജീവനം നയിക്കുന്നതും വ്യർത്ഥം. അവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ കർത്താവ് അവന് വേണ്ടത് നൽകുന്നു. പക്ഷെ നമ്മളുടെ ബുദ്ധിയിൽ അത് മനസ്സിലാവുന്നില്ല. നമ്മള് കഠിനമായി അധ്വാനിക്കുന്നു, കഠിനമായി ശേഖരിക്കുന്നു. നമ്മൾ ശേഖരിച്ചത് സുപ്രഭാതത്തിൽ ആരെങ്കിലും കൊണ്ടുപോകും. അതുകൊണ്ടാണ് ആ ധനികനായ ഒരുവനെ കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. അവൻ മനസ്സിൽ പറഞ്ഞു, ഞാൻ വലിയ അറപ്പുരകൾ ഉണ്ടാക്കും, ശേഖരിക്കും, എന്നിട്ട് എന്റെ ആത്മാവിനോട് ഞാൻ പറയും, നീ വിശ്രമിച്ചു കൊള്ളുക. അപ്പൊ കർത്താവ് അവിടെ പറയുന്നു, ഭോഷനായ മനുഷ്യ, ഇന്ന് രാത്രിയിൽ നിന്റെ ആത്മാവിനെ എടുത്താൽ നീ ശേഖരിച്ചതെല്ലാം എവിടെയായിരിക്കും? ദൈവ പരിപാലനയിൽ നിന്ന് നമ്മൾ മാറി നിന്നുകൊണ്ടുള്ള നമ്മുടെ ചിന്തയാണ്. ആ ദൈവ സ്നേഹത്തിൽ നിന്ന് അകന്നു നിന്നുകൊണ്ടുള്ള നമ്മുടെ ചിന്തയാണ്. വീണ്ടും നമുക്ക് 2 രാജാക്കന്മാർ 7-ലേക്കും യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായത്തിലേക്കൊക്കെ പോകുമ്പോൾ അവിടെയെല്ലാം നശിപ്പിക്കുക, അതായത് മറ്റുള്ളവരെ ദുഷിക്കുക. മറ്റുള്ളവരെ ഇതിന്റെയൊക്കെ അടിസ്ഥാനം ഈ സ്നേഹരാഹിത്യമാണ്. കർത്താവിലുള്ള ആശ്രയക്കുറവിന്റെ ഫലമായിട്ടാണ് ഇവിടെ ഇങ്ങനെ സംഭവിക്കുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തില് ആ അവസാനത്തെ 7-ാമത്തെ ഒരു വാക്യം ഞാൻ നമ്മളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അവിടുന്ന് നൽകുന്ന സമ്പത്ത് ദൈവഭക്തിയാണ്. അപ്പൊ അതിനു മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ നമ്മുടെ ലൗകിക മനുഷ്യന്റെ സ്വഭാവമാണ്. പക്ഷെ അവിടുന്ന് നൽകുന്ന ആ സമ്പത്ത് ദൈവഭക്തി ഉണ്ടെങ്കിൽ, ആ ദൈവഭക്തിയിൽ ദൈവസ്നേഹം ഉണ്ടെങ്കിൽ, ദൈവാശ്രയം ഉണ്ടെങ്കിൽ നമ്മളുടെ ജീവിതം തന്നെ മാറും. ഈ ഗ്ലോറിയസ് ഗോസ്പലിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഉണ്ടായ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് എല്ലാവരെയും ദൈവമക്കളായി കാണാൻ കഴിഞ്ഞു. ഒരാളെ പോലും മാറ്റി നിർത്താനായിട്ട് പറ്റത്തില്ല. അപ്പോസ്തല പ്രവർത്തനം 10-ാം അധ്യായം 25 മുതൽ 33 വരെ കൊർന്നേലിയൂസിന്റെ ഭവനത്തിലേക്ക് പത്രോസ് ചെല്ലുന്നുണ്ട്. കൊർന്നേലിയൂസ് ആരാണെന്ന് നമുക്കറിയാം. ഇത്താലിക്ക എന്ന് വിളിക്കപ്പെടുന്ന സൈനിക വിഭാഗത്തിന്റെ ശതാധിപനായിരുന്നു. ഈ സൈനിക ശതാധിപനായിരിക്കുന്ന ഈ കൊർന്നേലിയൂസ് ദൈവഭക്തിയുള്ളവനായിരുന്നു. അതുകൊണ്ട് തന്നെ പത്രോസിൽ നിന്ന് കേൾക്കുവാനും പഠിക്കുവാനും കൊർന്നേലിയൂസ് ആഗ്രഹിക്കുകയും ആളെ വിട്ട് പത്രോസിനെ തന്റെ ഭവനത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. അവിടെ പത്രോസിലേക്ക് വന്നു കഴിയുമ്പോൾ വളരെ ഭയഭക്തിയോ ബഹുമാനത്തോടു കൂടി കൊർന്നേലിയൂസ് പത്രോസ്ലിയെ കാല് വന്നിക്കാൻ ഇത് ചെയ്യുമ്പം പത്രോസ്ലിയ പറയുന്നുണ്ട്, ഞാനും നിന്നെ പോലെ ഒരു മനുഷ്യനാണ്. അതിന് തൊട്ടു മുമ്പ് തന്നെ 9-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റും, പത്രോസ്ലിയായിലുണ്ടായിരുന്ന ഒരു വലിയ തെറ്റായ ചിന്താഗതി അവിടെ കർത്താവ് മാറ്റി കൊടുക്കുന്നുണ്ട്. ഒരു വലിയ വിരിപ്പാവ്, അതില് സകല അശുദ്ധ ജീവികളും ഉണ്ടായിരുന്നു. അവയെ കൊന്നു ഭക്ഷിക്കാനായിട്ട് പത്രോസ്ലിയോട് പറയുക. പത്രോസ്ലിയ നമ്മളെ പോലെ വിശുദ്ധിയുള്ളവനായതുകൊണ്ട് പറഞ്ഞു, അശുദ്ധമായതൊന്നും ഞാൻ ഭക്ഷിക്കത്തില്ലെന്ന്. അപ്പൊ കർത്താവ് പറഞ്ഞു, ഞാൻ വിശുദ്ധീകരിച്ചതിനെ നീ അശുദ്ധമെന്ന് പറയുന്നത് എന്തുകൊണ്ട്? കർത്താവ് ഈശോ മിശിഹാ നമുക്ക് വെളിപ്പെടുത്തി തന്നു, സകലരും
ദൈവത്തിന്റെ മക്കളാണെന്ന്. സകലരും രക്ഷ പ്രാപിക്കണമെന്ന് പിതാവായ ദൈവം ആഗ്രഹിക്കുന്നു. പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുക എന്നല്ലാതെ മറ്റൊന്നും പുത്രന് ചിന്തിക്കാനേ ഇല്ല. പുത്രൻ പറയുന്നു, ഞാൻ പിതാവിന്റെ ഹിതം പൂർത്തിയാക്കാനാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം 17:4 പിതാവ് എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കി. അതായത് ഈ ഭൂമിയിലെ ആദത്തിന്റെ മക്കളായി ജനിച്ച് മരിച്ചു പോയവരും ജീവിച്ചിരിക്കുന്നവരും ഇനി വരാനിരിക്കുന്നവരും സകലരും കർത്താവിന്റെ മക്കളാണ്. കർത്താവിന്റെ മക്കളാണെങ്കിൽ ആരാണ് അതില് അശുദ്ധൻ? ആരെയാണ് മാറ്റി നിർത്താൻ പറ്റുക? ആരും ഹീനരല്ലെന്ന് കർത്താവ് ഇവിടെ ബോധ്യപ്പെടുത്തി തരിക അപ്പസ്തല പ്രവർത്തനത്തിലൂടെ. ശരിക്കും ഈ വേർതിരിവ്, അതായത് നമ്മളില് അറിഞ്ഞോ അറിയാതെയോ നമ്മളുടെ പൂർവികരിലൂടെ അല്ലെങ്കിൽ നമ്മളുടെ പാരമ്പര്യത്തിലൂടെ വന്നിരിക്കുന്ന ഈ വേർതിരിവും അകൽച്ചയും ആണ് ഇന്ന് ഏറ്റവും വലിയ തിന്മയായിട്ട് നിൽക്കുന്നത്. അതിൽ നിന്ന് നമ്മെ മാറ്റണമെങ്കിൽ ഈ ദൈവസ്നേഹം നമ്മൾ നിറയണം. അതാണ് ആദ്യം മുതലേ വന്നിരിക്കുന്ന അടിസ്ഥാനം. യേശുക്രിസ്തുവിൽ അടിസ്ഥാനമിട്ട് നമ്മൾ പോകുമ്പോഴാണ്, കർത്താവ് പറഞ്ഞ സ്നേഹത്തിൽ ഊന്നി പോകുമ്പോൾ, സ്നേഹമാകുന്ന പില്ലറിലൂടെ പോകുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ പറ്റുകയുള്ളൂ. സകലരും എൻ്റെ സഹോദരങ്ങളാണെന്ന് കാണാൻ പറ്റുള്ളൂ. ഒന്ന് കൊരിന്തോസ് 6-ാം അധ്യായത്തില് 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. സഹോദരനെ പറ്റി പരാതി. അങ്ങനെ അവിടെ പറയുന്നു, പൗലോസ് പറയുന്നത് അങ്ങനെ പരാതി ഉണ്ടെന്ന് പറയുന്നത് തന്നെ തെറ്റാ. നിങ്ങളുടെ ഇടയിൽ പരസ്പരം കലഹങ്ങൾ ഉണ്ടെന്ന് പറയുന്നത് തന്നെ നിങ്ങളുടെ അയോഗ്യതയാണ്. അഥവാ ഇനി ഉണ്ടെങ്കിൽ നിങ്ങളുടെ മൂപ്പന്മാരോട്, നിങ്ങളുടെ ശ്രേഷ്ഠന്മാരോട് ചെന്ന് പരാതി തീർക്കുക, അല്ലാതെ ലോകത്തിൻ്റെതെന്ന മട്ടില് മറ്റുള്ളവരടുത്ത് പോയി പരാതിപ്പെട്ട് പരസ്പരം വിധിക്കരുതെന്ന് പറയുക. കാരണം അവിടെ വീണ്ടും പറയുന്നുണ്ട്, ദൂതന്മാരെ പോലും വിധിക്കേണ്ടവരാണ് നിങ്ങൾ. അപ്പൊ എത്ര വലിയ ഉത്തരവാദിത്വമാണ് നമ്മളിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. ഈ നിസ്സാര കാര്യങ്ങളിലേക്ക് പോലും തീർപ്പ് കൽപ്പിക്കാനോ അതിന് സൊല്യൂഷൻ കണ്ടെത്താനോ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ഐഹിക കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാൻ കഴിയും? പൗലോസ്ലിയോടെ പറയാണ്, നിങ്ങളെ ലജ്ജിപ്പിക്കാനാണ് ഞാനിത് പറയുന്നത്. അപ്പൊ ഈ നോമ്പ് കാലത്ത് നമ്മളുടെ ചിന്തകള് നമുക്ക് വളരെയധികം തിരുത്താനുണ്ട്. നമ്മുടെ ജീവിതത്തെ വളരെയധികം തിരുത്താനുണ്ട്. ആ തിരുത്തല് യേശുക്രിസ്തുവിൽ ഊന്നിയുള്ള തിരുത്തലാകുക എന്നതാണ് പ്രധാനം. നമ്മൾ ഏത് സഭാവിഭാഗത്തിലാണെന്നുള്ളതല്ല, ഏത് വിശ്വാസത്തിൽ ഉള്ളതാണെന്നല്ല, യേശുക്രിസ്തുവിലൂടെ നമുക്ക് വെളിപ്പെടുത്തി കിട്ടിയിരിക്കുന്ന ആ ദൈവസ്നേഹത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു മുന്നേറ്റം. ഇന്ന് ഇത് അറിയാവുന്ന കുറെ പേരുണ്ട്. എന്നാൽ പബ്ലിക്കായിട്ട് പറയാനായിട്ട് പലരും വിമുഖത കാണിക്കുക. സത്യത്തെ മറച്ചു വെച്ചിരിക്കുക. വേണ്ടാത്ത തിയോളജിയും മറ്റുള്ളവരെ ഭയപ്പെടുത്തുന്ന പല കാര്യങ്ങളും പറഞ്ഞ് സ്വന്തം താല്പര്യത്തിന് ആളുകളെ അടിമത്തത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 21 മുതൽ 34 വരെയുള്ള വാക്യങ്ങളില് ദീപത്തെ കുറിച്ച് പറയുന്നത്. അവരവരോട് പറഞ്ഞു, വിളക്ക് കൊണ്ടുവരുന്നത്
പറയുടെ കീഴിൽ വയ്ക്കാനല്ല, അടിയിലോ വയ്ക്കാനല്ല, പീഠത്തിന്മേലാണ് വെക്കേണ്ടത്. അതായത് ഈ സത്യത്തിന്റെ സുവിശേഷം മറച്ചു വയ്ക്കാനുള്ളതല്ല, ഈ സ്നേഹത്തിന്റെ സുവിശേഷം മറച്ചു വയ്ക്കാനുള്ളതല്ല, അത് ഉയർന്നു നിൽക്കണം. എന്തായാലും ദൈവകൃപയാല് കുറച്ചു വർഷങ്ങളായിട്ട് നമ്മൾ ഈ സത്യത്തിന്റെ സുവിശേഷം, സ്നേഹത്തിന്റെ സുവിശേഷം കേൾക്കുകയാണ്. ഇത് അനേകരിലേക്ക് പടർന്നു കയറണം. നമ്മൾ തന്നെ അനേകര് ഈ സുവിശേഷം ഗ്രഹിച്ചു കഴിഞ്ഞു. പക്ഷെ ആർക്കും അത് പറയാൻ മനസ്സ് വരുന്നില്ല. നമ്മൾ ഉൾക്കൊണ്ട ആ സ്വാതന്ത്ര്യം, നമ്മൾ അനുഭവിക്കുന്ന സന്തോഷം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ പലപ്പോഴും ഒരു പിൻവലി നമുക്ക് അനുഭവപ്പെടുന്നു. അതിൽ നിന്ന് നമ്മളെ ഉത്തേജിപ്പിക്കുന്ന ഭാഗമാണ് മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 21 മുതലുള്ള വചനങ്ങൾ. കർത്താവോട് പറയുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുവിൻ, നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് നിങ്ങൾക്കും അളന്നു കിട്ടും. ഈ ദൈവിക രഹസ്യങ്ങള്, ഈ ദൈവത്തിൽ നിന്ന് കിട്ടുന്ന സന്തോഷം നമുക്ക് കിട്ടിയത് നമ്മൾ അടച്ചു വെച്ചു കഴിഞ്ഞാല് നമ്മളുടെ സന്തോഷം പൂർണ്ണമാവുകയില്ല. ഈശോ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തില് ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നുണ്ട്, എന്റെ സന്തോഷം പൂർണ്ണമാകുന്നതിന് വേണ്ടി ഞാനിത് പറയുന്നു. പിതാവിൽ നിന്ന് എനിക്കുണ്ടായ ആ സന്തോഷം നിങ്ങൾക്കും ഉണ്ടാകേണ്ടതിന് ഈശോ ശിഷ്യന്മാർക്ക് അത് വെളിപ്പെടുത്തി കൊടുക്കുക. അപ്പൊ നമുക്കുണ്ടായ ഈ സന്തോഷം നമ്മളുടെ ഒരു ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക മാത്രമല്ല, ഇത് ലോകമെങ്ങും പ്രചരിക്കപ്പെടണം. അടിമത്തത്തിൽ കിടക്കുന്ന കോടാനുകോടി ആൾക്കാര് ഈ സത്യത്തിന്റെ സുവിശേഷം കേട്ട് അവര് സ്വാതന്ത്ര്യത്തിലേക്ക് വരണം. അതുകൊണ്ട് ഇത് പീഠത്തിന്റെ അടിയിലല്ല, പറയ്ക്ക് കീഴിലല്ല, കട്ടിലിനടിയിലല്ല, പീഠത്തിന്മേൽ വെച്ച് സകലർക്കും വെളിച്ചം, അതായത് കപ്പലിനൊക്കെ വെളിച്ചം കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ റൂട്ട് കാണിക്കാൻ വേണ്ടി പവർ ഹൗസ്, ലൈറ്റ് ഹൗസ് ഉള്ളതുപോലെ ഒരു ലൈറ്റ് ഹൗസ് ആയിട്ട് നമ്മൾ മാറണം. അപ്പൊ ചോദിക്കും, ഞാനിത് പറഞ്ഞിട്ട് ആര് വിശ്വസിക്കുന്നു, ആര് കേൾക്കുന്നു, ആര് ഗ്രഹിക്കുന്നു? അവിടെ കർത്താവ് വീണ്ടും വിത്തിന്റെ ഉപമ പറയുക. ദൈവരാജ്യം ഒരുവൻ ഭൂമിയിൽ വിത്ത് വിതയ്ക്കുന്നതിന് സദൃശ്യം. ഈ വിത്ത് പലതരത്തിലുണ്ട്. വിത്ത് ഇട്ട് കഴിഞ്ഞാല് 2-3 ദിവസങ്ങൾ കൊണ്ട് മുളയ്ക്കുന്നതുണ്ട്, മാസങ്ങൾ കൊണ്ട് മുളയ്ക്കുന്നതുണ്ട്. ഞാൻ അടുത്തല്ല, ഒരു കുറച്ചാൾ മുമ്പാണ് അറിഞ്ഞത് 5 കൊല്ലം കൊണ്ട് മുളയ്ക്കുന്നതുണ്ട്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ളവര് നമ്മുടെ ലൈവ് കേൾക്കുന്നുണ്ടാകാം. ചൈനയിലൊക്കെ യാത്ര ചെയ്തിട്ടുള്ള അനേകരുണ്ട്. അവിടെ ഉണ്ടാകുന്ന ഒരു തരം മരമുണ്ട്. അതിന്റെ വിത്ത് കുഴിച്ചിട്ട് കഴിഞ്ഞാല് 5 വർഷം അതിന് പരിപാലിക്കണം. അതിനുശേഷമാണ് അത് കിളിക്കുന്നത്, മുകളിലേക്ക് കാണുള്ളൂ. അത്രയും നാള് കൊണ്ട് അത് അതിന്റെ റൂട്ട് ശരിയാക്കും. റൂട്ടെല്ലാം ശരിയാക്കി 5 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ പോകുന്നത് ഒരൊറ്റ പോക്കാം. എന്ന് പറഞ്ഞ പോലെ ഈ വിത്ത് വിതയ്ക്കപ്പെട്ട് കഴിഞ്ഞാല് അവൻ രാവും പകലും ഉറങ്ങിയും ഉണർന്നു കഴിയും. അവൻ അറിയാതെ തന്നെ വിത്ത് പൊട്ടിമുളയ്ക്കും. ഇപ്പൊ നമ്മൾ വിചാരിക്കുന്നുണ്ടാകും, നമ്മൾ ഇതൊക്കെ കേൾക്കുകയും പറയുകയും ചെയ്തിട്ട് ആരിത് ഗ്രഹിച്ചു എന്നൊക്കെ നമുക്ക് തോന്നാം. ഞാൻ വളരെയധികം എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. കാര്യം ഞങ്ങളിവിടെ ഈ സൂമില് ഈ ഗ്ലോറിയസ് ദർബാറിൽ ഇരുന്നുകൊണ്ട് പല കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്, പലതിനെ കുറിച്ച് ഷെയർ ചെയ്യാറുണ്ട്. അവിടെ ഞാൻ ഒറ്റയ്ക്കായിരിക്കും എന്റെ ഭവനത്തില് ഈ സൂമില് മീറ്റിങ്ങിൽ കൂടുന്നത്. പക്ഷെ എന്റെ മക്കളും ഭാര്യയും ഒക്കെ അപ്പുറവും ഇപ്പുറവും ഒക്കെ നിന്ന് കേൾക്കുന്നുണ്ട്.
പൂർണ്ണമായിട്ടല്ലെങ്കിലും ബാഹികമായിട്ടൊക്കെ അവർ കേൾക്കുന്നുണ്ട്. അത് വെളിപ്പെടുത്തുന്നത് അവര് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ ഞാൻ തന്നെ അതിശയിച്ചു പോയിട്ടുണ്ട്. കാര്യം ഇവിടെ പറഞ്ഞ പല വചനങ്ങളും പല കാര്യങ്ങളും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശങ്ങൾ അവർ കൊടുക്കുന്നത് കാണുമ്പോ ഇതാരും അവരോട് എപ്പോ പറഞ്ഞു? അതാണ് കർത്താവിന്റെ പ്രവൃത്തി. കർത്താവ് പറയുന്നുണ്ട്, ആകാശത്തുനിന്ന് ഭൂമിയിലേക്ക് മഴ പെയ്യ്ക്കുന്നെങ്കിൽ ആ മഴ തുള്ളി വെള്ളം, ആ ജലം ഭൂമിയെ നനച്ച് അതിനെ ഫലഭൂയിഷ്ടമാക്കുന്നു. അതുപോലെ തന്നെ കർത്താവിന്റെ അതിരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഒരു വചനവും ഫലം നൽകാതെ തിരിച്ചു പോരുകയില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്, ഈ സത്യത്തിന്റെ സുവിശേഷം അറിഞ്ഞവര് ഒരിക്കലും മിണ്ടാതിരിക്കരുത്. ഈ സത്യത്തിന്റെ സുവിശേഷം അറിഞ്ഞവർക്ക് എപ്പോഴാണ് ഇത് പറയാനായിട്ടുള്ള അനോയിന്റിങ് കിട്ടുക, അപ്പോൾ പറയണം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൽ ഇപ്പൊ കാണുന്നുണ്ട് നമ്മള്. പത്തില് 14 മുതല്. എന്നാൽ തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരുവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? ഒരിക്കലും കേട്ടിട്ടില്ലാത്തവരെ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗകനില്ലാതെ എങ്ങനെ കേൾക്കും? അയക്കപ്പെടുന്നില്ലെങ്കിൽ എങ്ങനെ പ്രസംഗിക്കും? അപ്പൊ ഇത് അയക്കപ്പെടണം, ശരിയാണ്. പക്ഷെ അയക്കപ്പെടുന്നത് വരെ, അനോയിന്റിങ് കിട്ടുന്നത് വരെ നമ്മുടെ അതിന്റെ പ്രവൃത്തി ചെയ്യും. ആ പ്രവൃത്തി ചെയ്യുന്നത് അനേകർക്ക് സമാധാനവും സന്തോഷവും നൽകുന്നതായിരിക്കും. വീണ്ടും കടുകുമണിയുടെ ഉപമ കർത്താവ് പറയുന്നുണ്ട്. കടുകുമണിയുടെ ഉപമ പറയുമ്പോ ഈ കടുകുമണി ഏറ്റവും ചെറിയ ഒരു വിത്താണ്. പക്ഷെ അത് തൈയായിട്ട് വളർന്ന് വൃക്ഷമായി കഴിയുമ്പോൾ അത് എത്രമാത്രമാണ് സമൂഹത്തിന്, ലോകത്തിന് അനുഗ്രഹമായി മാറുന്നത്. അനേകം കിളികള് അതിൽ വന്ന് കൂടുകൂട്ടുന്നു. എല്ലാവർക്കും അത്, മനുഷ്യന് അത് തണലായി മാറുന്നു. അപ്പൊ ഈ നമ്മൾ പറയുന്ന, നമ്മൾ കേൾക്കുന്ന ഒരു വചനം പോലും അവിടെ പാഴായി പോകുന്നില്ല. അതിനിപ്പോ വിത്തിന്റെ ഉപമ പറയുമ്പോ ഒരു കാര്യം കൂടി നമുക്ക് ചിന്തിക്കണം. രാവും പകലും ഉറങ്ങിയും ഉണർന്നും കഴിയുന്നുവെങ്കിലും അതിൽ നിന്ന് ഇലയുണ്ടാകുന്നു, പിന്നെ തളർപ്പ് വരുന്നു, അതിനുശേഷമാണ് ധാന്യമണികൾ ഉണ്ടാകുന്നത്. നമ്മളുടെയൊക്കെ പ്രശ്നം എന്താ? നമ്മളൊരു ധ്യാനം കേട്ടു, ഒരു ഇത് കേട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഫലം നമ്മൾ നോക്കാൻ തുടങ്ങും. ഈ കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് ചെടികളൊക്കെ നട്ടിട്ട് 2 ദിവസമൊക്കെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ട് 3-ാം ദിവസം ഒന്ന് പറിച്ചു നോക്കും, വേര് വന്നോന്ന്. അതുപോലെ നോക്കിക്കഴിഞ്ഞാൽ ആ ചെടി വളരും. അങ്ങനെ ചെയ്തവര് കുറെ പേരുണ്ടാകാം, അതാ അറിവില്ലായ്മയുടെ കാലത്ത്. എന്നാൽ ഇന്ന് നമ്മൾ അത് തന്നെയല്ലേ ചെയ്യുന്നത്. നമ്മളൊരു ധ്യാനം കൂടി അല്ലെങ്കിൽ കുറച്ച് വചനങ്ങൾ കേട്ട് കഴിഞ്ഞാല് അതിന്റെ ഫലം ഉടനെ അന്വേഷിക്കാനാ നമ്മൾ മറ്റുള്ളവരെ ഇത് ചെയ്യുന്നത്. അപ്പൊ ഇത് കർത്താവിന്റെ പ്രവൃത്തിയാ, നമ്മളില് മാനസാന്തരം ഉണ്ടാക്കുന്ന പ്രവൃത്തി, മനസ്സ് മാറുന്ന പ്രവൃത്തി. മനസ്സ് മാറ്റുക, അതായത് ഞാൻ ഇന്ന് വരെ ചിന്തിച്ചിരുന്ന തെറ്റായ ബോധ്യങ്ങൾ, കർത്താവിനെ കുറിച്ചും ദൈവിക കാര്യങ്ങളെ കുറിച്ചും ഒക്കെ ഞാൻ കേട്ടിരുന്ന തെറ്റായ ചിന്താഗതികൾ, ഉള്ളിലേക്ക് വച്ചിരിക്കുന്ന തെറ്റായ ബോധ്യങ്ങൾ എടുത്തു കളയേണ്ട സമയം. കർത്താവിന്റെ ആ ദൈവ സ്നേഹത്തില് ഊന്നിക്കൊണ്ട്, ദൈവത്തിന്റെ അനന്തമായ കാരുണ്യത്തിൽ നിന്നുകൊണ്ട് സകലരെയും
ഉൾക്കൊള്ളുന്ന ഒരു മനോഭാവം നമുക്ക് നേടിയെടുക്കണം. സഭ ക്രിസ്തുവിന്റെ ഭൗതിക ശരീരമാണ്. ഈ ശരീരത്തിലെ അവയവങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. ഒരുവനും സ്വന്തം ശരീരത്തെ വെറുക്കാനാകില്ല. കൈക്കൊരിക്കലും കാലിനെ കൊണ്ട് ആവശ്യമില്ല എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ നമ്മളുടെ സഹോദരങ്ങളെ, അതായത് ഇപ്പൊ നമ്മൾ പറയുന്ന പോലെ പല വിധത്തില്, പല രീതിയിൽ, പല ദേശക്കാര്, പല ഭാഷക്കാര്, പല സംസ്കാരം, ഇവരെല്ലാവരും നമ്മുടെ ഈ കർത്താവിന്റെ ശരീരത്തിലെ, ഭൗതിക ശരീരത്തിലെ ഓരോ പാർട്ടാണ്, ഓരോ അവയവങ്ങളാണ്. അതുകൊണ്ട് സകലരെയും നമുക്ക് ഉൾക്കൊള്ളാം ഈ നോയമ്പ് കാലത്ത്. സകലരെയും സ്നേഹിക്കാനായിട്ട് കർത്താവ് നമ്മളെ ഇടയാക്കട്ടെ. ഒറ്റ കാര്യം മാത്രമേ ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. കർത്താവ് പഠിപ്പിച്ചതാണ് നമ്മൾ ശ്രവിക്കേണ്ടത്. കർത്താവ് പറഞ്ഞതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. നീ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അത് ആ സാഹചര്യത്തെ, ആ ചെറിയ സംഭവത്തെ പറ്റിയാണ് പറഞ്ഞതെങ്കിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ടത് കർത്താവിനെ പൂർണ്ണമായി അറിയുക, കർത്താവ് പറഞ്ഞ പൂർണ്ണമായ കാര്യങ്ങൾ പൂർണ്ണമായി ഉൾക്കൊള്ളുക. അവിടുന്ന് പിതാവിനെ കാട്ടിത്തന്നു, പിതാവിന്റെ സ്നേഹത്തെ കാട്ടിത്തന്നു, പിതാവിന്റെ ക്ഷമയെ കാട്ടിത്തന്നു, പിതാവിന്റെ കാത്തിരിപ്പിനെ കാട്ടിത്തന്നു. ഒരുവൻ പോലും നശിച്ചു പോകാതെ സകലരും രക്ഷ പ്രാപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിച്ചു. അവിടുന്ന് ആഗ്രഹിച്ചാൽ നടക്കാതിരിക്കുമോ? കർത്താവിന്റെ ഹിതത്തിന് എതിര് നിൽക്കാതെ ദൈവസ്നേഹത്തിൽ ഉറച്ച് സകലരെയും ഉൾക്കൊണ്ടുകൊണ്ട് സകലരെയും സ്നേഹിച്ച് ദൈവസ്നേഹത്തിൽ നമുക്ക് മുൻപോട്ട് പോകാം. അതായിരിക്കട്ടെ നമ്മുടെ ഈ നോയമ്പ്. ഏതായാലും ഇത്രയും സമയം നിങ്ങളോടുകൂടി ആയിരിക്കുവാനും നിങ്ങളോട് പങ്കുവയ്ക്കുവാനുമായിട്ട് എനിക്ക് ലഭിച്ച ഈ സമയത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. എന്നെ ശ്രമിച്ചുകൊണ്ടിരുന്ന സകലർക്കും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. ഇനിയും കൂടുതൽ കൂടുതൽ ആളുകൾ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ദൈവസ്നേഹത്തെ ശുശ്രൂഷിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിന് അവസരം ഒരുക്കി തന്ന ശിവ പീഡിയക്കൽ പാസ്റ്ററിനും ഗ്ലോറിയസ് ഗോസ്പലിലെ ഓരോ അംഗങ്ങൾക്കും അതിന്റെ എല്ലാ പ്രവർത്തകർക്കും ഇത് ശ്രവിക്കുകയും ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന സകലർക്കും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നന്ദിയും സ്നേഹവും ആദരവും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഈശോ